Yummy. നമസ്കാരം വ്യൂവേഴ്സ്. നമുക്കൊരു അടിപൊളി സാധനമായാല ഒരു മീൻകറി. നിങ്ങൾ മീൻകറി കഴിച്ചിട്ടാകും, പക്ഷേ ഇതുപോലെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റ് ഇത്രയുള്ളതും ആയിട്ടുള്ളതൊന്നും കഴിച്ചാൽ. ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഉള്ളി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ, കുടംപുളി, കറിവേപ്പില, ഉപ്പ്, തിളച്ച വെള്ളം. ഇത്രയാണ് വേണ്ടത്. കുടംപുളി കഴുകിയിട്ട് ഒരു ബോളിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഈ തിളച്ച വെള്ളത്തിലിട്ടാൽ കുടംപുളി ഒന്ന് സോഫ്റ്റ് ആവും. ആദ്യം തന്നെ നമ്മൾ മീൻ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിളിമീനാണ്. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഇറച്ചി കുറച്ച് കൂടുതലുള്ളതായിരിക്കും ഈ കറിക്ക് നല്ലത്. ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്യുക, കട്ടി കുറച്ച് സ്ലൈസ് ചെയ്യുക. ഉള്ളി ഇങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ കൈ മുറിയരുത് കേട്ടോ. കൈ മുറിഞ്ഞാൽ പിന്നെ ഇതിന് മീൻകറി എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ വരുന്നത് ചതച്ചെടുത്താലാണ്. നമ്മൾ എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നല്ലോണം തിരുമ്മി ഒരു മീൻ ചട്ടിയിലോട്ട് ഇടുക. തിരുമുന്ന എന്തിനാന്ന് വെച്ചാൽ ആ ഉള്ളിയുടെ കുറച്ച് ജ്യൂസ് പുറത്തിറങ്ങണം, ഈ മസാലയൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൽ പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഒന്ന് തിരുമുക. കുറച്ച് കരിവേപ്പില ഇട്ട് തിരുമുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മസാലപ്പൊടികൾ ഉപ്പ് വരെ ഉള്ളത് ഇട്ട് നല്ലോണം ഒന്ന് തിരുമുക. കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചേക്കണം അവസാനം ഉപയോഗിക്കാനായിട്ട്. ഇതിലേക്ക് നമ്മുടെ പുളി വെള്ളം, കുടംപുളി വെള്ളം ഈ ഉള്ളി മിക്സ്ചറിലേക്ക് ഒഴിച്ച് കുറേ കൂടെ തിളച്ച വെള്ളം ഒഴിച്ച് ഉള്ളിയുടെ ഏകദേശം പൊക്കത്തിൽ വെള്ളം നിൽക്കത്തക്കത് ഒഴിക്കുക. ഇത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലോണം അടച്ച് വേവിക്കുക. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മുക്കിക്കൊടുക്കുക. അതായത് ഈ ചാറിൽ മുങ്ങിക്കിടക്കണം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഈ 10 മിനിറ്റിനിടയ്ക്ക് നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. അത് മീനിൻ്റെ കഷണം ചാറിൽ മുങ്ങിക്കിടക്കണം. ഇല്ലെങ്കിൽ ഒന്ന് വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കിയിരിക്കുന്ന കരിവേപ്പില ഇടുക. വെളിച്ചെണ്ണയും ഒന്ന് തൂവുക. സ്റ്റവ് ഓഫാക്കി അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി സിമ്പിൾ ഫിഷ് കറി റെഡി. ഇത് മട്ട അരിയുടെ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചാൽ നല്ല എന്താ ടേസ്റ്റ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമന്റ് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.